പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മളൊരു കുഞ്ഞൻ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒരു ബേബി സീറ്റ് എങ്ങനെ കാറിൽ ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളൊരു കുഞ്ഞൻ വീഡിയോ ആണിത്. ബേബി സീറ്റ് ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല. പല വിദേശ രാജ്യങ്ങളിലും ഇത് നിയമം മൂലം ബേബി സീറ്റ് നിർബന്ധമാക്കിയതുമാണ്. അതിന് കാരണം ഇന്ത്യയിലുള്ള മാതാപിതാക്കന്മാരുടെ വിചാരം തങ്ങളുടെ മക്കൾ കയ്യിലിരുന്ന് യാത്ര ചെയ്യുന്നതാണ് ഏറ്റവും സേഫ് എന്നാണ് അവരുടെ വിചാരം. എന്നാൽ ഒരു എമർജൻസി സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന വസ്തുക്കളായിരിക്കും ആദ്യം നമ്മുടെ കയ്യിൽ തെറിച്ചു പോകുന്നത്. ഇത് വിദേശ ഭരണാധികാരികൾക്ക് അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് നിയമം നിർമ്മിക്കുന്നവർക്ക് കറക്റ്റായിട്ട് അറിയാവുന്നതുകൊണ്ടാണ് അവിടെ നിന്ന് കുട്ടികളെയും കൊണ്ട് പുറത്തു പോകണമെങ്കിൽ അവർ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ബേബി സീറ്റ് നിർബന്ധമാണെന്ന് പറയുന്നത്. നമ്മൾ ഈ ബേബി സീറ്റ് മേടിച്ച് കഴിഞ്ഞപ്പോൾ അത് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ നോക്കുന്നതിന് വേണ്ടി പല യൂട്യൂബിലെ ചാനലുകളും നമ്മൾ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഒരു സ്ഥലത്തും പ്രോപ്പറായിട്ടുള്ള ഒരു ഇൻസ്റ്റാളേഷൻ, നമുക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു ഇൻസ്റ്റാളേഷൻ കാണാത്തതുകൊണ്ടാണ് നമ്മൾ ഈ കുഞ്ഞൻ വീഡിയോ ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് ബേബി സീറ്റിൻ്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ച് മാത്രമായിട്ടുള്ളൊരു ചെറിയ വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇനി ഫുള്ള് കാണണം. ഞങ്ങളിതെങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്, ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ മാത്രം ഇത് ഫുള്ള് കാണുക. ബിക്കോസ് ടൈം ഈസ് വെരി വെരി precious. ബേബി സീറ്റ് കാറിൽ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ആദ്യമായിട്ട് ചെയ്യേണ്ട ആ സീറ്റ് ബെൽറ്റ് നമ്മൾ ഫുള്ളായിട്ട് റിലീസ് ചെയ്തെടുക്കണം. ഫുള്ളായിട്ട് റിലീസ് ചെയ്തതിന് ശേഷം ആ മുകളിലത്തെ പില്ലറിൽ നിന്ന് വരുന്ന ഭാഗം, മുകളിലൊരു ആരോ മാർക്ക് ഉണ്ടോ, ആ ആരോ മാർക്കിൻ്റെ അതിൽ കൂടി അങ്ങ് കയറ്റി വെക്കുക. ഇതുണ്ട് ഇതുപോലെ. അതിനുശേഷം താഴെയുള്ള ഭാഗം ഉണ്ടല്ലോ, താഴത്തെ ഭാഗം താഴെ ഒരു വെട്ടുണ്ട്. ആ വെട്ടിൽ കയറ്റുന്നതിന് മുമ്പ് ഇതുപോലെ സീറ്റ് ബെൽറ്റിൻ്റെ ഹുക്ക് നമ്മൾ നമ്മുടെ കയ്യിൽ മോൾ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം, ആ വെട്ടിൻ്റെ മോൾ ഭാഗത്തുണ്ട് എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പ് വരുത്തണം. അതില്ല എങ്കിൽ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം പിന്നെ ഒന്നോടെ തിരിച്ചു വന്ന് മൊത്തം അഴിച്ച് തിരിച്ചു വന്നതിന് ശേഷം മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത് ആ ഹുക്കയിലാണ് നമ്മൾ സീറ്റ് ബെൽറ്റ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത്. അതിനുശേഷം ഇവിടെ ഒരു ആരോ മാർക്ക് ഉണ്ടോ, ആ ആരോ മാർക്കിൻ്റെ അങ്ങോട്ട് നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഹുക്ക് അങ്ങ് പുറത്തേക്ക് എടുക്കുക. ഇതുണ്ടോ, ഇതുപോലെ പുറത്തേക്ക് എടുക്കാം. അവിടെ ഒരു ഹോളുണ്ട്. എനിക്കത് വീഡിയോയിൽ കാണിച്ചു തരാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഡെമോ വീഡിയോ നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇത് കാണിച്ചു തരാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് നമ്മളിത് ഇങ്ങനെ ചെയ്തത്. അതിനുശേഷം ആരോ മാർക്ക് ഉണ്ടോ, ആരോ മാർക്കിൻ്റെ അവിടുന്ന് ബാക്കിലേക്ക് അതിൻ്റെ സീറ്റ് ബെൽറ്റ് ബേബി സീറ്റിൻ്റെ പുറത്തുകൂടി ആട്ടെ എടുക്കണ്ട, ഇനി പുറത്തുകൂടി ഇങ്ങനെ എടുക്കുക. ആ എടുത്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ള വ്യൂ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, ഇതുപോലെ ഏകദേശം ഇതുണ്ടോ, ഇതുപോലെ വരും ഇത്. അതിനുശേഷം എൻ്റെ ആ കൈ ഉണ്ടോ, ആ കൈയുടെ അതിൽ കൂടി ഈ പ്രാവശ്യം പുറത്ത് നിന്ന് അകത്തേക്ക് എടുക്കുക. അപ്പോൾ എടുത്തു കഴിഞ്ഞിട്ട് മുകളിലൊരു ആരോ മാർക്ക് കണ്ടോ, ആ ആരോ മാർക്കിൻ്റെ അങ്ങോട്ട് മുകളിലത്തെ ഭാഗം കയറ്റി വെക്കുക. താഴത്തെ ഭാഗം താഴെ ഒരു നമ്മളിപ്പുറത്തെ സൈഡിൽ കണ്ടില്ല ഒരു വെട്ട്, അതുപോലെ ഒരു വെട്ട് ഈ സൈഡിലും ഉണ്ട്. ഈ സൈഡിലേക്ക് താഴത്തെ ഭാഗം കയറ്റി വെച്ചതിന് ശേഷം സീറ്റ് ബെൽറ്റിൻ്റെ എല്ലാം ഫുള്ള് റിലീസാണ്, എല്ലാ ഭാഗവും ടൈറ്റാണെന്നുള്ള കാര്യം ഉറപ്പ് വരുത്തിയതിന് ശേഷം നമ്മുടെ സീറ്റ് ബെൽറ്റിൻ്റെ ഹുക്ക് സീറ്റ് ബെൽറ്റിൻ്റെ ഹോൾഡ് ചെയ്യുന്ന ഭാഗത്തേക്ക് കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഈ ബേബി സീറ്റിൻ്റെ ഇൻസ്റ്റാളേഷൻ പൂർണ്ണമാകും.